ആലപ്പുഴയിൽ PSC ചോദ്യപേപ്പർ മാറി നൽകിയ സംഭവത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ PSCയുടെ നടപടി. ആഭ്യന്തര വിജിലൻസ് അന്വേഷണം തുടങ്ങി. അതേസമയം ചോദ്യപേപ്പർ മാറി നൽകിയ ഉദ്യോഗാർത്ഥികൾക്കായി വീണ്ടും പരീക്ഷ നടത്തും. വിവരങ്ങളുമായി ഷാജഹാനാണ് ചേരുന്നത് ആലപ്പുഴയിൽ നിന്ന്. ഷാജഹാൻ, കഴിഞ്ഞ ദിവസമൊക്കെ വലിയ വിവാദമായിരുന്നു PSCയുടെ ഭാഗത്തു നിന്നുണ്ടായ ഇത്തരത്തിലുള്ള ഗുരുതര വീഴ്ച. എന്തായാലും ഇപ്പോൾ അതിലൊരു ആഭ്യന്തര വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ഒപ്പം ഉദ്യോഗാർത്ഥികൾക്ക് ആശ്വാസം, വീണ്ടും ഒരു പരീക്ഷ എഴുതാനായി സാധിക്കും. എപ്പോഴത്തേക്കാണ് ഈ പരീക്ഷ ക്രമീകരിച്ചിരിക്കുന്നത്? ഒപ്പം ഈ ആഭ്യന്തര അന്വേഷണം സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? പരീക്ഷ പുനഃക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഒരു ദിവസം ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ പരീക്ഷ ചോദ്യപേപ്പർ ചോദനുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ആലപ്പുഴ ലജ്നത്തുൽ മുഹമ്മദിയ സ്കൂളിൽ വെച്ചായിരുന്നു പരീക്ഷയുടെ ചോദ്യപേപ്പർ മാറി നൽകിയത്. രാവിലത്തെ പരീക്ഷയുടെ ചോദ്യപേപ്പറും അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള ചോദ്യപേപ്പറും ഒരുപോലാണ് എത്തിച്ചത്. രണ്ടിനും വ്യത്യസ്ത കളറുകൾ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഇത് മാറിപ്പോവുകയായിരുന്നു. പക്ഷേ ഇത് മാറിപ്പോയിട്ടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിഞ്ഞില്ല. ഉദ്യോഗാർത്ഥികൾ പരീക്ഷയ്ക്ക് ശേഷം എത്തിയപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാകുന്നത്. അതിനുശേഷം അവർ PSC വന്ന് പരാതി നൽകിയപ്പോഴാണ് ഈ കാര്യങ്ങൾ പുറത്തറിയുന്നത്. അതിനുശേഷമാണ് PSC ഈ ചോദ്യപേപ്പർ ചോർന്ന വിവരം അറിയുകയും അതോടൊപ്പം തന്നെ ആ പരീക്ഷ തന്നെ റദ്ദ് ചെയ്യുകയും ചെയ്തത്. ഇത് സംഭവവുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയവർക്കെതിരെയാണ് ഇപ്പോൾ PSC നടപടിക്ക് ഒരുങ്ങുന്നത്. ആഭ്യന്തര വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. PSC ജില്ലാ ഓഫീസർ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. PSCയുടെ ഉത്തരവാദിത്തം ചീഫ് സൂപ്രണ്ടായ സ്കൂൾ പ്രിൻസിപ്പലിനും PSC ഉദ്യോഗസ്ഥനായ അഡീഷണൽ ചീഫ് സൂപ്രണ്ടിനുമാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ആലപ്പുഴ ലജ്നത്തുൽ മുഹമ്മദിയയിൽ വെച്ച് മാറിയത്. ലജ്നത്ത് സ്കൂളിൽ പരീക്ഷകൾ നടത്തില്ലെന്നും PSC അറിയിച്ചിട്ടുണ്ട്. ചോദ്യപേപ്പർ മാറി നൽകിയ ഉദ്യോഗാർത്ഥികൾക്കായി വീണ്ടും പരീക്ഷ ഉടൻ നടത്തുമെന്നാണ് PSC അറിയിച്ചിരിക്കുന്നത്.